ഞാൻ തന്നെയാ വന്നത്. അന്ന് ഞാൻ നിങ്ങളോട് ഈ കുട്ടിക്ക് ഒരു ഫുൾ ചെക്കപ്പിന്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞിരുന്നു. എന്നിട്ട് നടത്തിയോ? ഇല്ല ഡോക്ടർ. ഞങ്ങള് ഈ ടെസ്റ്റുകളൊക്കെ തമാശക്ക് പറയുന്നതാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഇപ്പൊ പേഷ്യന്റ് വീണ്ടും തല ഇറങ്ങി വീണത് കണ്ടില്ലേ? ഡോക്ടർ, ഞാൻ അന്ന് തന്നെ ടെസ്റ്റ് നടത്താന്ന് പറഞ്ഞതാ. പക്ഷേ പാറു സമ്മതിച്ചില്ല. അങ്ങനെ പേഷ്യന്റിന്റെ ഇഷ്ടത്തിനാണോ എല്ലാം വിട്ടുകൊടുക്കുന്നത്? ഇന്ന് എന്തൊക്കെ സംഭവിച്ചാലും ടെസ്റ്റുകൾ നടത്തിയേ പറ്റൂ. അതിന് സമ്മതമാണെങ്കിൽ ഞാൻ ചികിത്സ തുടങ്ങും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാം. അയ്യോ വേണ്ട ഡോക്ടർ, എന്ത് ടെസ്റ്റ് വേണമെങ്കിലും നടത്തിക്കോ. മോഹൻ, ഡോക്ടർ, ഈ പേഷ്യന്റിനെ ഒബ്സർവേഷനിലേക്ക് കൊണ്ടുവരൂ. നിങ്ങൾ ഇവിടെ നിന്നാ മതി. പാറു ഇതിനു മുമ്പ് ഇങ്ങനെ വീണിട്ടുണ്ടോ? കമ്പനിയിൽ വെച്ച് ഇങ്ങനെ ഒരിക്കൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് കൈലാഷ് സാറിനെ തല്ലുന്നത് കണ്ടതിന്റെ ഷോക്ക് കൊണ്ടായിരിക്കുമെന്ന് കരുതി ഞാനത് കാര്യമാക്കിയില്ല. പക്ഷേ അവൾക്ക് തലകറക്കവും ഛർദിയും തുടങ്ങിയിട്ട് കുറേ ദിവസമായി. എന്തായാലും ഇപ്പൊ നമ്മള് ടെസ്റ്റുകൾ നടത്തുന്നില്ലേ? എന്താ പ്രശ്നമെന്ന് അറിയാലോ. പേടിക്കണ്ട. കമ്പനിയിലെ ജോലിഭാരവും ലക്ഷ്മിയച്ചയുടെ കല്യാണ തിരക്കൂടി ആയപ്പോ ക്ഷീണം കൂടി കാണും. അല്ലാതെ ഒരു കുഴപ്പമുണ്ടാവില്ല. ഡോക്ടർ, പാറു, ഇപ്പൊ എങ്ങനെയുണ്ട്? വേദന വല്ലതും എടുക്കുന്നുണ്ടോ? ഇല്ല ഡോക്ടർ. ബിപിയും പൾസും എല്ലാം നോർമലാ. കുട്ടി വേറെ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ? ലൈക്ക് ഡിപ്രഷൻ ഓർ ആങ്സൈറ്റി? മരുന്നൊന്നും കഴിക്കുന്നില്ല ഡോക്ടർ. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് തലചുറ്റലുണ്ട്, നല്ല ശരീരവേദനയുണ്ട്, അതുപോലെ ഛർദിക്കുകയും ചെയ്യുന്നുണ്ട്. ഛർദിക്കുന്നുണ്ടോ? എന്തെങ്കിലും കഴിച്ചതിന് ശേഷമാണോ ഛർദിക്കുന്നത്, അതോ വെറും വയറ്റിൽ ഛർദിക്കുന്നുണ്ടോ? രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ ഛർദിക്കാൻ തോന്നാറുണ്ട്. ഓ, കുട്ടിക്ക് പീരീഡ്സ് ഒക്കെ കൃത്യമായിട്ട് വരുന്നില്ലേ? കഴിഞ്ഞ 2 മാസമായിട്ട് വന്നിട്ടില്ല ഡോക്ടർ. പാറുവിന്റെ കൂടെ വന്നവരോട് അകത്തേക്ക് വരാൻ പറയൂ. ആ യെസ് ഡോക്ടർ. പാറു, നിനക്ക് എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഈ കുട്ടിയുടെ ആരാ? ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാ. നിങ്ങൾക്കിതറിയാമായിരുന്നോ? അറിയാം ഡോക്ടർ. എന്തിനാ ഡോക്ടർ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചതാ. പാറുവിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ? തൽക്കാലം ബോധം തിരിച്ചു കിട്ടാനുള്ള ചികിത്സ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് തല ചുറ്റാനുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം. അതിന് ഞാൻ പറഞ്ഞ പോലെ ടെസ്റ്റുകൾ നടത്തണം. ടെസ്റ്റ് ഒന്നും നടത്തണ്ട ഡോക്ടർ. എനിക്കൊരു കുഴപ്പമില്ല. നീ ഒന്നും മിണ്ടാതെ കിടക്ക്. കഴിഞ്ഞ തവണ ഇതുപോലെ പറഞ്ഞിട്ട് നമ്മൾ ചെക്കപ്പ് ചെയ്യാതെ പോയത്. എന്നിട്ട് നീ വീണ്ടും തലയിറങ്ങി വീണില്ലേ? തിരക്കില്ലാത്ത റോഡായതുകൊണ്ടും കാർത്തിക് അവിടെ ഉണ്ടായിരുന്നുകൊണ്ടും ഇപ്പൊ രക്ഷപ്പെട്ടു. തിരക്കുള്ള റോഡില് നീ സൈക്കിൾ ഓടിക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലോ? എന്തായാലും നിന്റെ അസുഖം എന്താണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. ഇത് ക്ഷീണം കാരണം പറ്റിയതായിരിക്കും. അത് ടെസ്റ്റ് നടത്തി ഡോക്ടർ പറഞ്ഞ സമാധാനമാവില്ലേ? ഡോക്ടർ, ഇവള് പറയുന്ന കേൾക്കണ്ട. എന്തായാലും ടെസ്റ്റുകളൊക്കെ നടത്തിക്കോ. നീ മര്യാദയ്ക്ക് ഡോക്ടർ പറയുന്നൊക്കെ അനുസരിച്ചോ, ഇല്ലെങ്കിൽ ഞാൻ നിന്റെ മുഖത്ത് പോലും നോക്കില്ല. പ്രിയ, പാറു എന്തായാലും ടെസ്റ്റുകളൊക്കെ എടുക്കും. നീ ടെൻഷൻ അടിക്കണ്ടടാ. ഞാൻ പറഞ്ഞ ഇവള് ഒരു വക കേൾക്കില്ല. അതൊക്കെ കല്യാണം കഴിഞ്ഞാൽ കേട്ടോളൂ.
പ്രേമിക്കുമ്പോ പറയുന്നത് കേൾക്കാത്ത ആള് കല്യാണം കഴിഞ്ഞിട്ട് കേൾക്കോ? നീ പറഞ്ഞതാ കറക്റ്റ്. എന്താ? ഞാൻ ചുമ്മാ ടെൻഷൻ കുറയ്ക്കാൻ ഒരു തമാശ പറഞ്ഞില്ലേ. ശരി, നിങ്ങളെല്ലാരും ഒന്ന് പുറത്തേക്ക് നിൽക്കൂ. ഞാൻ ടെസ്റ്റ് കഴിഞ്ഞിട്ട് വിളിക്കാം. ശരി ഡോക്ടർ. നീ പേടിക്കണ്ട, ഞങ്ങൾ പുറത്തു തന്നെയുണ്ട്. കാർത്തികേട്ടൻ ജോലിക്ക് വേണ്ട സമയത്തല്ലേ ഇവിടെ നിൽക്കുന്ന. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചേട്ടൻ പോയിക്കോ. വെറുതെ ഏട്ടത്തെ അമ്മയെ ഇവിടെ നിർത്തണ്ട. അത് കുഴപ്പമില്ല പാറു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. പാറുവിന് കുഴപ്പമൊന്നുമില്ല കാർത്തി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവര് വിളിച്ചോളും അല്ലേ? അതെ, ചേട്ടൻ പോയിക്കോ. ശരി, ഉം. ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് എന്നെ വിളിച്ച് പറയണം. ശരി. പോട്ടെ പ്രിയ. പ്രിയൻ ചേട്ടാ, എന്താടോ, ടെസ്റ്റ് എടുക്കാൻ പേടിയാണോ? അതൊന്നുമില്ല. പക്ഷേ ഞാൻ പ്രിയൻ ചേട്ടൻ പറയുന്ന കേക്കില്ല എന്ന് പറഞ്ഞില്ലേ, അതെനിക്ക് വിഷമായി. ഞാൻ എപ്പോഴാ പ്രിയൻ ചേട്ടൻ പറയുന്ന കേൾക്കാതിരുന്നിട്ടല്ലേ? അത് നീ ടെസ്റ്റ് എടുക്കാൻ വേണ്ടി ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ഇനി നീ ടെസ്റ്റ് എടുക്കില്ലേ? ഉം. ആ, അതാണ് എന്റെ ഭാര്യ. ഞാൻ പുറത്തു നിൽക്കാം. റീത്ത, നീ പാറുവിനെ കൂട്ടി ടെസ്റ്റുകൾ എടുത്തോളൂ. ഓക്കെ ഡോക്ടർ. ഞാൻ വീൽ ചെയർ കൊണ്ടുവരാം. വേണ്ട സിസ്റ്റർ, എനിക്ക് നടക്കാൻ കുഴപ്പമില്ല. ശരി. റീത്ത, ടെസ്റ്റ് കഴിഞ്ഞ പാറുവിനെയും കൂടെ വന്നവരെയും എന്റെ ക്യാബിനിലേക്ക് കൊണ്ടുവന്നോളൂ. യെസ് ഡോക്ടർ. ആ, ഇരിക്കെ. ഞാൻ പറഞ്ഞ ടെസ്റ്റുകളെല്ലാം എടുത്തോ? എടുത്തു ഡോക്ടർ. പാറുവിനെ കല്യാണം കഴിക്കാൻ പോവാണെന്ന് പറഞ്ഞ ആ പയ്യന്റെ പേരെന്താ? പ്രിയദർശൻ. റീത്ത, അയാളെ അകത്തേക്ക് വിളിക്കൂ. ആ ശരി ഡോക്ടർ. പാറു, എന്തായാലും റിസൾട്ട് വരാൻ നാളെയാവും. എനിക്കാണെങ്കിൽ വൈകുന്നേരത്തെ റൗണ്ട്സിന് പോകാൻ സമയമായി. നിനക്ക് പറ്റുമെങ്കിൽ ഇന്നിവിടെ